ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കീറു ബിനിഷ്. അപ്പോൾ ഞാനൊന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടേക്കാണ് പോയിട്ട് എന്നുള്ളത്. ഊട്ടിയിട്ടുണ്ടാകും പോകാൻ ഊട്ടി. അപ്പം ഞങ്ങൾ പോയിട്ട് ഊട്ടിയെ പോയിട്ട് ടെന്നിട്ടിരുന്നിട്ട് വരാം. അതെ ഗൈസ്, ഞങ്ങൾ ഊട്ടി കണ്ടാൻ പോവുകയാണ്. ഊട്ടി മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാസനഗുഡി വഴിയൊന്നുമല്ല, ഞങ്ങൾ മേട്ടുപ്പാളയം വഴി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് എളുപ്പം മേട്ടുപ്പാളയം വഴിയാണ്. അപ്പോൾ ഞങ്ങൾ പുലർച്ചെ 4:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും ഉണ്ട്, വന്ന ഗസ്റ്റും എല്ലാവരും ഉണ്ട്. മുൻകൂട്ടി പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തോന്നുന്നൊരു ഐഡിയ ആണ് ഊട്ടിയാൽ പോകാന്നുള്ളത്. അങ്ങനെ കാർ എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനും മക്കളും ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമായിട്ടാണ് ഊട്ടി കാണാൻ പോകുന്നത്. അപ്പോൾ അതേ ആ ഒരു ലൈറ്റ് കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് ഊട്ടി. അപ്പോൾ നമുക്ക് ചുരം കയറണം. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയം കഴിഞ്ഞ് നെക്സ്റ്റ് ചുരം കയറലാണ്. ഇതാണ് ചുരം കയറാനുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇല്ലേ, അത് ഇതാണ്. ഇവിടുന്ന് 1 മണിക്കൂറോളം നമുക്ക് ചുരം കയറിയിട്ട് വേണം എവിടെ എത്തണമെന്നുണ്ടെങ്കിൽ, ഊട്ടിയിലെത്തണമെന്നുണ്ടെങ്കിൽ. പിന്നെ പോകുന്ന വഴിയിൽ കാണാനായിട്ട് ഒത്തിരി പ്ലേസസ് ഉണ്ട് കേട്ടോ. കാണാൻ മാത്രമല്ല, നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളതായ പ്ലേസസും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ മാക്സിമം എന്ത് ശ്രദ്ധിക്കുക, വൈൽഡ് അനിമൽസ് ഇറങ്ങുന്ന സ്ഥലമാണോ ഏരിയ ആണോ എന്ന് ശ്രദ്ധിക്കുക. അവിടെ ഓൾറെഡി അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാതിരിക്കുക. പിന്നെ അതേമാതിരി ഒരു സൈഡ് കൊക്കയും ഒരു സൈഡ് മലയാണ്. അപ്പോൾ കൊക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി പേടിയാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് മാത്രമേ ഞാൻ ഫോണിൽ കൂടെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരിട്ടിട്ട് ഞാൻ അതിക്ക് നോക്കിയിട്ടില്ല. പിന്നെ മലേൻ്റെ മുകളിൽ നടന്നുണ്ടെങ്കിൽ അവർ നോക്കാണ്ടിരിക്കാൻ നല്ലത്. വല്ല വന്യമൃഗങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പെട്ടില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. സ്ട്രെയിറ്റ് നോക്കുക. എന്തായാലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല. മൂന്നാറോ കൊടൈക്കനാലോ ഞാൻ എവിടെയും പോയിട്ടില്ല. ചെറുപ്പത്തിലെ അച്ഛൻ വിടാൻ താല്പര്യമില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഊട്ടി. അപ്പോൾ ഊട്ടിയിൽ പിന്നെ മഞ്ഞുണ്ടായിരുന്നില്ല. രാവിലെ എല്ലാവരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഊട്ടിയെ പോകുമ്പോൾ മൂടൽ മഞ്ഞ് കാരണം ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന്. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, മഞ്ഞേ ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് ഡ്രൈവ് ചെയ്തു പോയി. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം സ്പീഡും ഓവർടേക്കും ചെയ്യാണ്ടിരിക്കുക. വേറെ ഒന്നുമല്ല, മേലെ ചുരം ഇറങ്ങി വരുന്ന വണ്ടികൾ, അത് അവർക്ക് ഡെയിലി പോയി ശീലമുള്ളതുകൊണ്ടായിരിക്കും. ഇറങ്ങി വരുന്ന വണ്ടികൾ നല്ല സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അതുപോലെ ചുരം കയറുമ്പോൾ ഒരു തണുപ്പുണ്ട്, മഞ്ഞില്ലെങ്കിലും തണുപ്പുണ്ടായിരുന്നു. ചെറിയൊരു തണുപ്പ്, നമ്മൾ ചെവിയൊക്കെ നടയണ പോലെ തോന്നി. അതല്ലാണ്ട് വേറെ ഒന്നും തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് 4:30 4:45 ഇറങ്ങിയിട്ട് അവിടെ ഊട്ടി എത്തുമ്പോൾ ഞാൻ കറക്റ്റ് 7 മണിയായിരുന്നു. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇത് അടുപ്പിച്ചിട്ട് കണ്ടോ വീടുകളും. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാം, തമിഴ്നാട്ടിൽ കഴിയണതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ വ്യൂ പോയിൻ്റ് എന്നൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. അപ്പോൾ ഊട്ടിയിലെത്തി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അടയാർ ആനന്ദഭവൻ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. വേറെ ഹോട്ടലുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതൊന്നും പറ്റിയില്ല, ഇത് മാത്രമേ പറ്റിയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു നെയ് റോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് സ്ഥലമായ ദൊട്ടപ്പെട്ട പീക്കിൽ പോവുകയാണ്. അപ്പോൾ പോണേൻ്റെ ഉള്ള ആവേശമാണ്. രാവിലെ ചായ കൂടിയും കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ആവേശമാണ് ഈ കാണുന്ന കേട്ടോ. ദഹിക്കണ്ടേ, അപ്പോൾ അതിനും വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മളവിടെ എത്തി. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്, തൊട്ടപ്പെട്ട പീക്കിൻ്റെ എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൽ തന്നെ ഇതുപോലെ നമുക്ക് ചിലവിനുള്ള ഐറ്റംസ്, പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ഒരു 10,000 രൂപ അവിടെ പൊടിഞ്ഞു. അപ്പോൾ മഞ്ഞ് എന്ന് പറയാനുള്ള മഞ്ഞില്ല, പക്ഷേ ഹൈ റേഞ്ച് ആയതുകൊണ്ടാണ് തോന്നുന്നു ചെവി അടയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 2-3 ക്യാപ്പും എനിക്ക് മക്കൾക്കുള്ള ക്യാപ്പും കാര്യങ്ങളും മേടിച്ച് കഴിഞ്ഞ് ഞങ്ങളവിടെ നടന്നു. എൻട്രൻസ് ഫീസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ കയറി സൂയിസൈഡ് പോയിന്റിലൊക്കെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് സൂയിസൈഡ് പോയിൻ്റ്, ആ സ്ഥലത്തേക്ക് ഇറങ്ങാനുള്ളൊരു വേ ആണ്. അപ്പോൾ ഇതിൽ കൂടെ വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. പിന്നെ നമുക്കിത് ഇറങ്ങി പോകാനായിട്ട് നല്ല സുഖമായിരുന്നു, പക്ഷെ കയറാനായിട്ട് ഭയങ്കര ടഫ് തന്നെയായിരുന്നു. ഞാൻ കിതപ്പ് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരിറക്കം തന്നെയായിരുന്നു.
അല്ലെങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കോപ്രായം കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊത്തിരി ഇഷ്ടം കേട്ടോ. പിന്നെ കെട്ടിയവരുണ്ടെങ്കിൽ പറയാൻ വേണ്ട, അതൊരു ലൈസൻസ് തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളിതേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഞങ്ങളിതേ ആ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് നേരെ മേലെ കയറി. പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാണ്ടായിരുന്നില്ല, മെയിനായിട്ട് അത് തന്നെ. പിന്നെ പോകുമ്പോൾ നമുക്ക് അധികം വണ്ടികളൊന്നും കാര്യങ്ങളൊന്നും കണ്ടില്ല. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ അവിടെ പോയപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. തിരിച്ച് റിട്ടേൺ വരുമ്പോഴായിരുന്നു കുറേ വണ്ടികൾ അങ്ങോട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി നമ്മൾ ഇത്രയും നേരത്തെ പോയത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ പെട്ടേനെ. അപ്പോൾ തൊട്ടപ്പെട്ട പീക്കിലേക്ക് പോകുമ്പോൾ ഇതുപോലെ 2 വഴിയുണ്ട്. എനിക്ക് ഈ വഴി കണ്ടപ്പോൾ ശരിക്കും തോന്നിയത് മറ്റേ റോങ് ടേൺ സിനിമയിലുണ്ടല്ലോ, ആ ഒരു പ്ലേസ് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എൻ്റെ ഫീലിങ്സാണ് ഞാൻ പറയുന്നത്. പുലി ആനൊക്കെ ഉണ്ടെങ്കിൽ പൊടൂട്ടോ മോനെ. അപ്പോൾ ഇവിടേക്ക് പോവാനും റിട്ടേൺ വരാനും 2 വഴിയുണ്ട്. അപ്പോൾ റിട്ടേൺ വരുന്ന സമയത്ത് ഇതേമാതിരി ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് കുറേ സ്റ്റിൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അവർ ഇതേമാതിരി സ്റ്റിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ദൊട്ടാപ്പേട്ട് പീക്ക് കണ്ടു, അവിടുന്ന് ഇറങ്ങി. നെക്സ്റ്റ് നമുക്ക് അടുത്തവിടെ ടീ ഫാക്ടറിയിൽ പോവാം. നെക്സ്റ്റ് നമ്മൾ വന്നത് ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി രണ്ടും കൂടിയിട്ടുള്ളതാണ്. ബെഞ്ച് മാർക്ക് എന്നുള്ളൊരു ഇതിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ ടീ ഫാക്ടറിയാണ് കാണുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ ടീ ഫാക്ടറിയിലേക്ക് എൻട്രൻസ് ഫീ ആയിട്ട് 10 രൂപയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് തേയിലൊക്കെ അവരവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്നറിയില്ല, ചായപ്പൊടി ഉണ്ടാക്കാനായിരിക്കും, അല്ലാണ്ട് പിന്നെ എന്തിനല്ലേ. അപ്പോൾ നമ്മൾ ടീ ഫാക്ടറിക്ക് കുറച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി നടക്കാണ്ടായിരുന്നു കേട്ടോ. ഫാക്ടറിൻ്റെ ഉള്ളിൽ കുറച്ച് നടക്കാണ്ടായിരുന്നു. അപ്പോൾ നടന്ന് ക്ഷീണിച്ചു. പിന്നെ നമ്മൾ പോണ വഴിയിൽ ഇതേമാതിരി ഓരോ ടീ, അത് വൈറ്റ് ടീ, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ ഒക്കത്തിനും കുറിച്ച് ഒരു ഇൻട്രോ മാതിരി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് വായിക്കാനുള്ള സമയം കിട്ടില്ല. ബെഞ്ച് മാർക്ക് അല്ലാണ്ട് വേറെയും കുറേ ടീ ഫാക്ടറികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇതാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ കയറി. ഇതാണ് ടീ, എന്താ പറയുക, ചായപ്പൊടി ഉണ്ടാക്കണ പ്രോസസ്സിങ് എങ്ങനെയാണ്. ഇതേ തേയില കിടക്കുന്ന കണ്ടില്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്ത് കൂടെ ഏതൊക്കെയോ വഴി കൂടെ വന്നിട്ടാണ് ലാസ്റ്റ് ചായപ്പൊടി ആവുന്നുണ്ട്. അപ്പോൾ ഇതേ ചായപ്പൊടിയുടെ പ്രോസസ്സിങ്ങാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം ചായപ്പൊടിനെയും വായി നോക്കി നിന്ന് ഞങ്ങൾ പിന്നെ സെയിലാക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ പലതരം ടീ ഉണ്ടായിരുന്നു. ഗ്രീൻ ടീ, ചോക്ലേറ്റ് ടീ, വെറൈറ്റി ആയിട്ടുള്ള ടീ ഉണ്ടായിരുന്നു. അതൊന്ന് 2 വാങ്ങി നേരെ ഞങ്ങൾ എന്താ പറയുക ചായ കുടിക്കാൻ പറ്റും. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ചായ കിട്ടി. അപ്പം പിന്നെ അതുണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ചായ ചായ 30 രൂപയുടെ ടിക്കറ്റിന് ഒരു ചായ ഫ്രീ. ലാഭമാണല്ലോ. അല്ല സോറി, 10 രൂപയുടെ ടിക്കറ്റിന് ഒരു ചായ ഫ്രീ. നമുക്ക് കുടിച്ചു നോക്കാം. സൂപ്പർ ചായ, ഒരു രക്ഷയില്ലാത്ത ചായ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇതേ 30 രൂപ എൻട്രൻസ് ഫീയും കൊടുത്തിട്ട് ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ പോയി. ചോക്ലേറ്റ് ഫാക്ടറി ഇതേ ചോക്ലേറ്റ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ, ആ ഒരു അനുവാദം മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് ഉള്ളിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ടീ ഫാക്ടറിയിൽ 10 രൂപ എൻട്രൻസ് ഫീ കൊടുത്ത് ഫ്രീ ആയിട്ട് ചായ കിട്ടിയതുപോലെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ 30 രൂപ എൻട്രൻസ് ഫീ കൊടുത്ത് ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ചോക്ലേറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു തെറ്റിദ്ധാരണയും വെച്ച് ഞങ്ങൾ നേരെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ വിട്ടു. പക്ഷേ കിട്ടിയില്ല ഗൈസ്. ഞങ്ങൾ സസിയായി. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. 30 രൂപയല്ലേ കൊടുത്തത്. അപ്പോൾ പിന്നെ അതിനുള്ള ചോക്ലേറ്റ് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ടേസ്റ്റ് നോക്കാൻ. പക്ഷേ കിട്ടിയില്ല ഗൈസ്. പിന്നെ നേരെ സെയിൽസിലേക്ക് വന്നു. ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് മേടിച്ചു. പിന്നെ അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് അതേമാതിരി ഓരോ ഓയിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഊട്ടി വർക്ക് ഉണ്ടായിരുന്നു. ഊട്ടി വർക്ക് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് മേടിക്കാൻ നിന്നില്ല. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പേര് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഭയങ്കര കുറേ ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കിയില്ല, അതൊന്നും മേടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് വിട്ടു.